ഇന്നിപ്പോൾ ഒരു പ്രത്യേക പദം നമ്മൾ കേൾക്കുന്നു, ക്രിസംഖി. ക്രിസംഖി എന്ന ഒരു പദത്തിലൂടെ ഇസ്ലാമിക് ജിഹാദികൾക്കെതിരെ ആശയയുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ വിവക്ഷിക്കുന്ന ഈ പരിപാടി ഓപ്പറേറ്റ് ചെയ്യുന്നത് എമുക്കളിലെ ഒരു വിഭാഗം ആളുകളാണ്. എമുക്കൾ എന്നുകൊണ്ട് ഓർക്കുന്നത് എക്സ് മുസ്ലിങ്ങൾ എന്നാണ്. ഇസ്ലാം മതം വിട്ടു പൂർണ്ണമായി അതിൻ്റെ സ്വത്വബോധത്തെ വിടാതെ ഇന്നും അതിൻ്റെ ഉറക്കച്ചടവുകളോടെ അകത്തും പുറത്തുമല്ലാതെ വ്യവഹരിക്കുന്ന ഒരു പറ്റം ബുദ്ധിജീവികളാണ് ഈ എമുഡാപ്പികൾ എന്ന പേരിനാൽ അറിയപ്പെടുന്ന എക്സ് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം. അപ്പോൾ തന്നെ ശ്രീ ജബ്ബാർ മാഷോ ജാമിദ ടീച്ചറോ ഈ രൂപത്തിൽ ഇവരുമായി ഏതെങ്കിലും തരത്തിൽ സഹവർത്തിത്വമുള്ള ആളായി ഞാൻ കാണുന്നില്ല. അതുപോലെ ഷാരോൺ സാപ്പിയനെയും ഈ രൂപത്തിൽ കാണാൻ സാധിക്കില്ല. എന്നാൽ ഇതര സുഹൃത്തുക്കളിൽ പലരും ഒരു അവിശുദ്ധ ബാന്ധവം ഈ രൂപത്തിൽ നിർത്തിക്കൊണ്ട് യുക്തിവാദികളെ കൂടെ കൂട്ടുപിടിച്ച്, സനൽ ഇടമറുകിനെ പോലെയൊക്കെയുള്ള യുക്തിവാദികളെ കൂട്ടുപിടിച്ച് ഞങ്ങളെ ഏറ്റവും ഭീകരവാദികളായി, ഏറ്റവും തീവ്രവാദികളായി ഞങ്ങളെ പരിചയപ്പെടുത്തുകയും അതുവഴി സാമൂഹ്യ മാധ്യമ ചർച്ചകളിൽ ഞങ്ങളെ പ്രതിസ്ഥാനത്ത് വരുത്തുവാൻ കുൽസിതമായ ശ്രമങ്ങൾ നടന്നു വരുന്നു. ഞങ്ങൾ തീവ്രവാദികളോ ഈ രാജ്യത്ത് വിഘടനവാദം സൃഷ്ടിക്കുകയോ ഇന്ത്യ ക്രിസ്തീയ രാജ്യമാക്കണം എന്ന രൂപേണ സംസാരിക്കുകയോ അത്തരത്തിൽ ആഹ്വാനം കൊടുക്കുകയോ ഭരണകൂടത്തിനും നമ്മുടെ രാജ്യത്തിലെ നിയമ സംവിധാനത്തിനും വിപരീതമായി എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഭരണകൂടം അത് അന്വേഷിക്കേണ്ടതും രാജ്യത്ത് നിൽക്കുന്ന ശിക്ഷ ഞങ്ങൾക്ക് നൽകുവാൻ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുമാണ് എന്ന് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി എന്താണ് ക്രിസംഖി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിൻ്റെ അർത്ഥം ക്രൈസ്തവരായ ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സംഘപരിവാറുകളുടെ ഏതെങ്കിലും നിർദ്ദേശമോ നിയന്ത്രണമോ അനുസരിച്ചാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരഭ്യാസ പ്രകടനമാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായി തന്നെ പറയട്ടെ, ഈ രാജ്യത്ത് സംഘപരിവാരങ്ങൾ ഉടലെടുക്കുന്ന 1920-കൾക്ക് മുമ്പ് ക്രൈസ്തവർ ഈ രാജ്യത്തുണ്ട്. വളരെ പൗരാണികമായ ഒരു വിശ്വാസ വീക്ഷണമായി ക്രൈസ്തവ വിഭാഗങ്ങൾ ഇവിടെ നിലനിന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് എന്നതിൽ നിന്ന് അന്നുള്ള ഒരു വ്യത്യാസം, ക്രൈസ്തവർക്കിടയിൽ അവാന്തര വിഭാഗങ്ങൾ ധാരാളമുണ്ടായിട്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു പരിസ്ഥിതി നിലവിലുണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരം സമ്മേളനം നിൽക്കുന്നത് ഒരു പ്രത്യേക സന്ദേശമാണ്. ആ സന്ദേശം എന്ത്? ദൈവശാസ്ത്രപരമായ അകലം വിശ്വാസികൾക്കും സമൂഹങ്ങൾക്കും ഇടയിൽ യാഥാർത്ഥ്യമാണ്. അവ ചർച്ചകളിലൂടെയും ഡയലോഗുകളിലൂടെയും പരിഹരിക്കേണ്ടതാണ്. എന്നാൽ അതിനപ്പുറത്ത് ക്രൈസ്തവർ ഒന്നടങ്കം നേരിടുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ അവർക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികളുടെ കാരണക്കാരെ സമൂഹമധ്യത്തിൽ തുറന്നു കാട്ടേണ്ടതുണ്ട് എന്ന ആവശ്യകതയാണ്. ഞങ്ങൾ അത് അഭംഗുരം നിർവഹിക്കുന്നു. അതിൽ ഭയവും ഭീതിയും ഈ കാര്യത്തിലില്ല. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തികച്ചും അപകടം നിറഞ്ഞ ഒരു മേഖല തന്നെയാണ്. പ്രാണൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കളിയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത് എന്നറിയാം. എന്നാൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കേണ്ടതിനും ആത്മാഭിമാനത്തോടെ തലയുയർത്തി പിടിച്ച് ഹിന്ദുവായും ക്രിസ്ത്യനായും മുസ്ലിമായും അവിശ്വാസിയായും അമുസ്ലിമായും ഒക്കെ ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ്, അത്തരത്തിലൊരു പടയാണ് ഞങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, എന്താണ് നിങ്ങൾ ഇസ്ലാമിക വിരോധം ഇത്ര കണ്ട് വച്ചു പുലർത്തുന്നത്? ആദ്യമേ ഞാൻ ആരംഭത്തിൽ തന്നെ പറയാം, ഒരു മുസ്ലിം സഹോദരന്മാരോടും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഇനി ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയിട്ടുള്ള ജിഹാദികളോട് പോലും ഹൃദയത്തിൽ യാതൊരുവിധ വൈരാഗ്യവും ഞങ്ങൾക്കില്ല. അങ്ങനെ വൈരാഗ്യപ്പെടാൻ കഴിയുന്ന ഒന്നല്ല ക്രിസ്തീയ വിശ്വാസം. കാരണം ഇത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാർഗമാണ്. ഇത് ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കണം എന്ന് കർശനമായി പഠിപ്പിക്കുന്ന മാർഗമാണ്. മറ്റൊന്ന്, ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ആയുധം ഉപയോഗിച്ചോ അക്രമത്തിൻ്റെ ശൈലി സ്വീകരിച്ചോ ഞങ്ങളെ നേരിടാൻ വരുന്ന ആളുകൾക്ക് മുമ്പിലും ഞങ്ങൾ സമാധാനത്തിൻ്റെയും ധാർമ്മികതയുടെയും നിലവാരം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരാണ്. എവിടെയെങ്കിലും അതിന് അപവാദമുണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ തിരുത്തുകയും വേണം. മാത്രമല്ല, അവർക്ക് ഈ സമൂഹത്തിൻ്റെ ഭാഗമായി തിരുത്താത്ത പക്ഷം മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് അടുത്ത കാലത്തൊന്നും ക്രൈസ്തവർക്കിടയിൽ നിന്ന് ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു സമീപനം ഏതെങ്കിലും മതസ്ഥർക്ക് നേരെയോ അതല്ലെങ്കിൽ രാഷ്ട്രത്തിനെതിരെയോ ഉണ്ടായതായിട്ട് അറിവില്ല. അങ്ങനെയുള്ള അറിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം അത് പരിഗണിക്കുകയും അതും ചെറുക്കേണ്ട വിപത്താണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ. ഏതായാലും ഈ ഘട്ടത്തിൽ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒന്ന് രണ്ട് മറുപടികൾ ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്. എന്താണത്? നമ്മുടെ രാജ്യത്ത് ഇടത് വലത് ഭരണകൂടങ്ങൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട്. ഈ ഭരണകൂടങ്ങളിലെല്ലാം മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം ലീഗിനും പങ്കാളിത്തമുണ്ടായിരുന്നു ഭരണകൂടങ്ങളിൽ എന്നറിയാം. ക്രൈസ്തവ പ്രാതിനിധ്യവും ഉണ്ടായിരുന്നു. എന്നാൽ ചില നാളുകളായിട്ട്
ഈ മുസ്ലിം സമൂഹത്തിലെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് നമ്മുടെ മലയാള മണ്ണിൽ നല്ല വേരോട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായി. അവർ വ്യത്യസ്ത പാർട്ടികളായിട്ട് ഇടതുപക്ഷത്തോടൊപ്പവും വലതുപക്ഷത്തോടൊപ്പവും ഒന്നുചേർന്നു പോകുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാകുന്നു. മാത്രമല്ല, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമത്തെ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെ, അഭിമന്യുവിനെ പോലെയുള്ള ആളുകളുടെ നിഷ്ഠൂരമായ വധത്തെ ഏതെങ്കിലും വിധത്തിൽ വോട്ടുകൾ വാങ്ങി അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് പരിഹരിച്ചു പോകുന്ന ഒരു വല്ലാത്ത നിലയിലേക്ക് ഭരണകൂട വ്യവസ്ഥിതികൾ വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയ കാഴ്ച നമ്മുടെ മുമ്പിൽ കാണാം. ചുരുക്കത്തിൽ, കുറ്റകൃത്യങ്ങൾ നിർവഹിക്കുന്ന ഇത്തരക്കാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വോട്ട് സമാഹരിച്ച് ഇത്തരം പാർട്ടികൾക്ക് ഇടതു വലത് ഭേദമന്യേ നൽകുക, ആ ഒരു പരിതസ്ഥിതിയിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തി, മാത്രമല്ല കണ്ടുണർന്നു നിൽക്കേണ്ട ഒരു ജാഗ്രത ഇവിടെ ഉണ്ടാകണം എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഇത്തരത്തിൽ ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങും എന്ന ഒരു ബോധ്യവും ഇവിടെയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഘട്ടത്തിലും സംഘപരിവാർ സഹയാത്രികനല്ല, ആകുവാൻ തീരുമാനിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത പോലും തീരെയില്ലാത്ത ഒരു വ്യക്തിയാണ്. പൊതുവിൽ എന്നെക്കുറിച്ച് എനിക്കതാണ് പറയാനുള്ളത്. അത് എൻ്റെ നിലപാട് തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആശ്രയം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസ സംഹിതയാണ്, വിശുദ്ധ ബൈബിളാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പരിരക്ഷയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ധാർമ്മിക ബോധത്തിൻ്റെ അടിത്തറ ഇളക്കിക്കൊണ്ട് നമ്മെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യമാണ് എന്നെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസംഗി എന്ന പദപ്രയോഗം നടത്തുമ്പോൾ ആളുകൾ ഞങ്ങളെ വില കുറച്ച് കാണുകയാണ്. ആളുകൾ ഞങ്ങളുടെ ശക്തിയെക്കുറിച്ച് അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജിഹാദി സഹോദരന്മാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ ഞങ്ങളെ ഏത് വിധത്തിൽ ഉന്മൂലനം ചെയ്താലും ധാർമ്മികതയുടെ മുമ്പിൽ, ഞങ്ങൾ ഉയർത്തുന്ന ആശയ സാമ്രാജ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഒന്നുമാകാൻ സാധിക്കില്ല എന്ന് സമകാലിക സംഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ജിഹാദ് എന്നൊരു പദം ബഹുമാനപ്പെട്ട പാലാ ബിഷപ്പ് ഉപയോഗിച്ചത് വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട്. അദ്ദേഹം ക്ഷമ പറയണം, അദ്ദേഹം രാജിവെക്കണം, അദ്ദേഹം പൊതുജന സമക്ഷം വന്നിട്ട് തെറ്റുകളേറ്റ് എന്തെല്ലാമായിരുന്നു. പക്ഷേ ആ പറഞ്ഞ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രബലങ്ങളായ ക്രൈസ്തവ സഭകൾ രംഗത്ത് വരികയുണ്ടായി. ഒറ്റപ്പെട്ടുകെട്ട ചില ശബ്ദങ്ങളും അപസ്വരങ്ങളും ഉണ്ട് എന്നത് ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷേ മഹാഭൂരിപക്ഷം ക്രിസ്തീയ മനസ്സ് പാലാ ബിഷപ്പിനൊപ്പം ഈ വിഷയത്തിൽ നിൽക്കാനുള്ള ഒരു കാരണം ഇവിടെ വളരെ ആസൂത്രിതമായി തന്നെ ചില നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഇത്തരം പദ്ധതികൾ പൊതുജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണ്. ആരാണ് ഇവിടെ പറഞ്ഞത്? ഈ നമ്മുടെ രാജ്യത്ത് സ്ലീപ്പിംഗ് സെല്ലുകൾ, അതിലേക്ക് ഭീകരവാദികൾ ഉറങ്ങിക്കിടക്കുന്നു, ഏത് ഘട്ടത്തിലും അവർക്ക് ഉണർന്നു വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ ഭരണാധികാരിയായിരുന്ന, ഏറ്റവും കരുത്തനായൊരു ബ്യൂറോക്രാറ്റായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ബെഹ്റയല്ലേ, ലോകനാഥ് ബെഹ്റ സാറല്ലേ? അദ്ദേഹം ഇപ്പോഴും ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് ഗവൺമെൻറ് ശമ്പളം കൈപ്പറ്റുന്ന ഒരു മാന്യദേഹമാണ്. അദ്ദേഹമാണ് പറഞ്ഞത് സ്ലീപ്പർ സെല്ലുകൾ അത് കൃത്യമായി തന്നെ ഇവിടെ പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. സെൻകുമാർ ആയിരുന്നില്ലേ മുമ്പ് ഇത് പറഞ്ഞത്? അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സെൻകുമാറിനെ ഒരുപക്ഷെ അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റം വിധിക്കാം. പക്ഷേ മറുവശത്ത് ഈ ലോകനാഥ് ബെഹ്റ എന്ന ബഹുമാനനായ IPS ഉദ്യോഗസ്ഥൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും ദീർഘകാലം നമ്മുടെ പോലീസ് വകുപ്പിനെ കൊണ്ടു നടന്ന അതിൻ്റെ മേധാവിയായിരുന്നല്ലോ. അദ്ദേഹം പറയാണ് ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ, ആ വിധത്തിൽ ഭീകരതയുടെ സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്നുള്ള ഒരു സത്യം അത് നമ്മൾ കേട്ടതാണ്. അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട പലയിടങ്ങളിൽ നിന്ന് ഇത്തരം ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ, അതിന് വേണ്ടപ്പെട്ട തെളിവുകൾ വരുമ്പോൾ, അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പാലാ ബിഷപ്പ് ഈ രൂപത്തിൽ സംസാരിക്കാൻ സാഹചര്യമുണ്ടായത് എന്നുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഇതിന് വിപരീതമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ജിഹാദ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല എന്ന് മുസ്ലിം പണ്ഡിതന്മാർ കൂടെ വാദിക്കുന്നു. അവരേറ്റവും പരിശുദ്ധമായി കരുതുന്ന ഒരു പദത്തെ ഇവിടെ ചേർത്ത് നിങ്ങൾ തെറ്റായി ഉപയോഗിക്കരുതേ എന്ന് കൂടെ വിലപിക്കുന്നു. അത് ന്യായമുണ്ടെന്നാണ് പ്രഥമ ദൃഷ്ട്യാ ആർക്കെങ്കിലും തോന്നുമെങ്കിൽ ഒരു ന്യായമില്ല വാക്കിൽ. കാരണം ജിഹാദ് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. ജിഹാദ് ഏറ്റവും മാനവവിരുദ്ധമായൊരു കാര്യമാണ്. ജിഹാദിക്ക് ഒരിക്കലും നന്നാവാൻ കഴിയില്ല, ഒരു രൂപത്തിലും നന്നാവാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. എന്താണ് ഈ ജിഹാദ്? ജിഹാദ് എന്ന പദത്തിൻ്റെ വിപരീത പദം പഠിക്കുമ്പോഴാണ് ജിഹാദ് എന്താണെന്ന് മനസ്സിലാകുന്നത്. കുഊദ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പദം കുഊദ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം സന്യസിക്കുക അല്ലെങ്കിൽ നിഷ്ക്രിയനായിരിക്കുക എന്നുള്ളൊരർത്ഥമാണ്. നിശ്ചലമായിരിക്കുക, ശാന്തനായിരിക്കുക എന്നൊക്കെയാണ്. അതിൻ്റെ വിപരീതമാണ് യുദ്ധം ചെയ്യുക, അക്രമ നടപടികളിലൂടെ ആശയം സ്ഥാപിക്കുക എന്നൊക്കെയുള്ളൊരർത്ഥം. എന്നാൽ തിർമിതിയെപ്പോലെയുള്ള ചിന്തകന്മാർ ഇതിനെ വെള്ളപൂശി പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിന് മീതെയുള്ള വ്യക്തിയുടെ ആത്മനിയന്ത്രണമാണ് എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്.
അതിനെ മുഖവിലേക്കെടുത്താൽ തന്നെ അത് തെറ്റാണെന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ മനസ്സിലാകും. ജിഹാദ് കേവലം ആത്മനിയന്ത്രണമല്ല, അല്ലെങ്കിൽ ശരീര ഇച്ഛയ്ക്കെതിരെയുള്ള പടപൊരുതിയുള്ള അതിജീവനമാണ് എന്ന് തിർമിദിയുടെ വ്യാഖ്യാനത്തിന് വലിയ കഴമ്പില്ല. അതിലേക്ക് ഞാൻ ക്രമേണ വരാം. കാരണം അങ്ങനെയാണ് എന്നെടുത്താൽ തന്നെ ഒരു വിധത്തിലും അങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛയ്ക്ക് മീതെ ജയിച്ച ഒരു മുഹമ്മദിനെ ചരിത്രത്തിൽ കാണാനാവില്ല. വിപരീതം കാണുകയും ചെയ്യാം എന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, നമുക്ക് അൽ അഹ്സാബ് എന്ന ഖുറാനിലെ 33-ാമത്തെ അധ്യായമുണ്ടല്ലോ, അതിൻ്റെ 21-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മാതൃകയുണ്ട് എന്നാണ്. ഞാൻ നിങ്ങളെ ആ സൂക്തം ഒന്ന് ഉദ്ധരിച്ച് കേൾപ്പിക്കാം. അൽ അഹ്സാബ്, അതായത് ഖുർആൻ 33:21 വായിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക് ഉത്തമമായ മാതൃക അള്ളാഹുവിൻ്റെ പ്രവാചകനിലുണ്ടെങ്കിൽ, അദ്ദേഹമാണ് ജിഹാദിൻ്റെ മാർഗദർശിയെങ്കിൽ, ഏതാണ്ട് 16ഓളം യുദ്ധങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ യുദ്ധങ്ങളൊന്നും ന്യായമുള്ള യുദ്ധങ്ങളായിരുന്നില്ല. ഈ യുദ്ധങ്ങളൊന്നും തന്നെ തൻ്റെ രാജ്യത്തേക്ക് ഇരമ്പി വന്ന ആളുകളെ ചെറുക്കാൻ വേണ്ടി നടത്തിയ യുദ്ധമായിരുന്നില്ല. ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ന്യായീകരണം അത് ഡിഫൻസിന് വേണ്ടിയെങ്കിൽ ന്യായീകരിക്കാവുന്നതാണ്. ഉദാഹരണം, യാതൊരു പ്രകോപനവുമില്ലാത്ത ഘട്ടത്തിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയാൽ ഇന്ത്യ തിരിച്ചടിക്കും, അത് ന്യായമാണ്. അതല്ലെങ്കിൽ ഇന്ത്യക്കാരായ നമ്മളെക്കുറിച്ച് ആ ഉദാഹരണം തെറ്റാണ്. ഒരു രാജ്യത്തിലേക്കും ഇന്ത്യ നുഴഞ്ഞു കയറി ആപത്തുണ്ടാക്കാൻ പോകുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ പറയാം, നമ്മുടെ സമീപ രാജ്യങ്ങളിൽ എവിടെ നിന്നും, ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കൊരു നുഴഞ്ഞു കയറ്റം ഉണ്ടായി ഇന്ത്യയെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ പ്രതിരോധത്തിൽ ആയി എന്ന് വന്ന ഘട്ടത്തിൽ യുദ്ധം ചെയ്യുന്നത് തെറ്റായിട്ട് ലോകത്തിലെ ഒരു രാഷ്ട്രവും കാണുന്നില്ല. അത് ആവശ്യമുള്ളതാണ്. പക്ഷേ മുഹമ്മദിൻ്റെ 16ഓളം യുദ്ധങ്ങൾ എടുക്കുക, ഒരു യുദ്ധവും പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല. എല്ലാ യുദ്ധവും ഒരാവശ്യവുമില്ലാത്ത ഘട്ടത്തിൽ ശാന്തസുന്ദരമായി കഴിഞ്ഞ അടുത്തടുത്ത ഗ്രാമവാസികളെ നിഷ്കരണം കൊലപ്പെടുത്തിക്കൊണ്ട് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും അവരുടെ സ്ത്രീജനത്തെ സ്വന്തമാക്കുകയും അതിൽ 1/5 പ്രവാചക കുടുംബം സ്വന്തമാക്കിയെടുക്കുകയും അതിലേറ്റവും സുന്ദരിയെ പ്രവാചകൻ തന്നെ വിവാഹം കഴിക്കുകയും ബാക്കി അതിന് പറ്റാത്ത വരുന്ന ഘട്ടത്തിൽ വിവാഹത്തിൻ്റെ നിയതമായ നിയമം 11 12 എന്നതിന് ശേഷം വിവാഹം കഴിക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ അവിവാഹിതരായി അവരോട് ലൈംഗികബന്ധം പുലർത്തുന്ന വലങ്കൈ ഉടമപ്പെടുത്തുന്ന സ്ത്രീകൾ എന്ന രൂപേണ അദ്ദേഹം യഥോചിതം അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന പരിസ്ഥിതിയായിരുന്നു നിലനിന്നിരുന്നത് എന്ന് ആദ്യം പഠിക്കണം. അപ്പോൾ ഇവർ ഈ പറയുന്ന 2 കാര്യങ്ങൾ തെറ്റിപ്പോകുന്നു. ഒന്ന്, ജിഹാദ് ന്യായമായിരുന്നു എന്നത്, അല്ലെങ്കിൽ ജിഹാദ് ചെറുത്തുനിൽപ്പിനായിരുന്നു എന്നുള്ളത്. 2, ജിഹാദ് എന്നത് സ്വന്തം ഇച്ഛയ്ക്ക് വിപരീതമായുള്ള ഒരു പോരാട്ടമായി അതിജീവനത്തിൻ്റെ, ആത്മനിയന്ത്രണത്തിൻ്റെ, സെൽഫ് കൺട്രോളിൻ്റെ, ഇന്ദ്രിയജയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എന്ന ആഹ്വാനം. സുന്ദരമായ ഒരു ആഹ്വാനം എന്നതിനപ്പുറത്ത് അതിന് യാതൊരുവിധ അർത്ഥവുമില്ല. കാരണം ജിഹാദ് എന്ന വസ്തുത ആത്മനിയന്ത്രണമായിരുന്നെങ്കിൽ പ്രവാചകനിൽ ഒരു ആത്മനിയന്ത്രണവും കാണുന്നില്ല. അദ്ദേഹം കൃത്യമായി തന്നെ തൻ്റെ ലൈംഗിക ഇച്ഛകൾ അത് അശുദ്ധമായിട്ടും അവിശുദ്ധമായിട്ടും നിയമവിരുദ്ധമായി തന്നെ ഈ പരിഷ്കൃത സമൂഹത്തിന് ചിന്തിച്ചാൽ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത് ഉപയോഗിക്കുന്നു എന്നുകൂടി കാണുമ്പോൾ തിർമിദിയുടെ വ്യാഖ്യാനത്തിന് യാതൊരു അർത്ഥവുമില്ല. രണ്ടാമതായിട്ട് തിർമിദി തന്നെ നൽകുന്ന വ്യാഖ്യാനമുണ്ട് ഈ ജിഹാദിനെക്കുറിച്ച്. എന്താണ് ആ ജിഹാദ്? അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹം പറയുകയാണ്, ജിഹാദ് അവിശ്വാസികൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അതായത് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടമാണ്. ആരാണ് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കൾ? അത് അനിൽ കൊടുത്തോട്ടത്തെ പോലുള്ള ആളുകളാണ്. കേരളത്തിൽ അനിൽ അയ്യപ്പനാണ് ഇസ്ലാമിൻ്റെ ശത്രു, സെബാസ്റ്റ്യനാണ് ഇസ്ലാമിൻ്റെ ശത്രു, ജോൺസൺ തെക്കടയിലാണ് ഇസ്ലാമിൻ്റെ ശത്രു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഇന്നിപ്പോൾ മുഴുവൻ ക്രൈസ്തവരെയും അവരങ്ങനെ തന്നെ കണ്ട് യുദ്ധ സന്നദ്ധരായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആയുധം കൊണ്ടല്ല, തൽക്കാലം അങ്ങനെയല്ല. ഒറ്റപ്പെട്ട ചില ഇടപാടുകളിലൂടെ ഭീതിപ്പെടുത്താനും ഭയപ്പെടുത്താനും അതിന് വശംവദരാകുന്നില്ല എന്ന് കാണുമ്പോൾ പുത്തൻ അടവുകളോടെ ജിഹാദികൾ പുതിയ അക്രമത്തിൻ്റെ പണിപ്പുരയിലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഞങ്ങളൊക്കെ അതിൻ്റെ ചില ഇരകൾ കൂടിയാണ്. അത് ഞാൻ ഇവിടെ വെളിപ്പെടുത്തി സംസാരിക്കുന്നില്ല. വെളിപ്പെടുത്തേണ്ട ഒരു ഘട്ടം താമസം വിനാ വരും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്.
അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ സംസാരിക്കാം. ഏതായാലും ഞാനിത്തരം വിഷയങ്ങളിൽ നിശബ്ദനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നാവടക്കാം എന്നുള്ള ആ മോഹം, തലയെറുത്തൊതുക്കാം എന്നുള്ള മോഹം, കൈവെട്ടി തോൽപ്പിക്കാം എന്ന മോഹം തൽക്കാലം ജിഹാദികൾ ഉപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഭംഗി എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അതിനൊട്ടേറെ കാരണങ്ങളുണ്ട്, അതിനൊട്ടേറെ സംഭവങ്ങളുണ്ട്, അതിനൊട്ടേറെ അനുഭവങ്ങളുണ്ട്. അതതിൻ്റെ സമയത്ത് അതെല്ലാം കൃത്യം പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാം എന്ന മതം മറ്റു മതങ്ങളോട് കാണിക്കുന്ന കയ്പിൻ്റെ, അറപ്പിൻ്റെ, വെറുപ്പിൻ്റെ ഉള്ളടക്കങ്ങൾ പൊതുസമൂഹം അറിയുകയും അങ്ങനെ ഇന്ന് സംഭവിക്കുന്ന ഈ കൊഴിഞ്ഞുപോക്കുണ്ടല്ലോ, എക്സ് മുസ്ലിങ്ങളായി, യുക്തിവാദികളായി, ഇതര മതങ്ങളിൽ ചേക്കേറുന്നവരായി ഇസ്ലാം ലോകത്ത് തന്നെ നേരിടുന്ന ഏറ്റവും ഭീകരമായ ഈ കൊഴിഞ്ഞുപോക്കലുണ്ടല്ലോ, സൗദി അറേബ്യയിൽ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം വിട്ടുപോകുന്ന മനുഷ്യരുടെ എണ്ണം അനുദിനം കൂടുന്ന ഈ പ്രവണത ഇനിയും വർദ്ധിക്കത്തക്ക വിധം കാര്യങ്ങൾ വല്ലാതെ പോകുന്നു എന്ന് ബഹുമാനപ്പെട്ട ജിഹാദികൾ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. ഈ ഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ജിഹാദിനെക്കുറിച്ചുള്ള അടുത്ത സങ്കല്പം അത് രസാവഹമാണ്. അത് പിശാചിനെതിരെയുള്ള പോരാട്ടമാണ്. ആരാണിവർ പിശാച് എന്നൊക്കെ പറയുന്നത്? എന്താണ് ലോകത്തേറ്റവും പൈശാചികം? ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. എൻ്റെ ഈ പ്രഭാഷണം അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്കെതിരെയാണോ ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്, അഭിപ്രായ പ്രകടനം നടത്തുന്നത്? ഇത്തരത്തിൽ ക്ലബ്ബ് ഹൗസിലൊരു ചർച്ച വരികയുണ്ടായി. എൻ്റെ ബഹുമാനപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, ഞാൻ ഒരു ഇസ്ലാമിക സുഹൃത്തിനും എതിരല്ല, എന്തിന് ജിഹാദിക്ക് പോലും ഞാൻ എതിരല്ല. അവരോടൊന്നും എനിക്ക് വെറുപ്പില്ല. തലയെറുക്കാൻ നിങ്ങൾ വന്നാലും ഇതിനപ്പുറത്തൊരു ശബ്ദത്തിൽ അനിൽ കൊടുത്തോട്ട് സംസാരിക്കില്ല. അത് നിങ്ങളുടെ അവകാശമായി തന്നെ കാണുന്നു, അത് നിങ്ങളുടെ മതപരമായ ചടങ്ങിൻ്റെ ഭാഗമായി തന്നെ കാണുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നത് കേവലമായ വികാരപ്രകടനങ്ങളുടെ പേരിലല്ല, നിങ്ങൾ ബൈബിളിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിലല്ല, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ട നിങ്ങളുടെ മതപരമായ ചടങ്ങുകൾ നടത്തിക്കൊണ്ട് ഞങ്ങളെ എതിർത്തു എന്നതിൻ്റെ പേരിലല്ല. ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണത്തിലേക്ക് ഞാൻ വരാം. പ്രകോപനമൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ വിശ്വാസ സംഹിതകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതിലെന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നും നിങ്ങളുടെ മക്കൾ കുഴപ്പമില്ലാത്തൊരു മാർഗമുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ പരമഗുരുവായ കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തിത്വം മുഹമ്മദിന് വളരെ താഴെ മാത്രം നിലവാരമുള്ള എന്തോ കുറഞ്ഞ ആളാണെന്നും ഒക്കെയുള്ള രൂപേണ ഞങ്ങളരികിൽ വന്ന സംഭാഷണങ്ങൾക്ക് ഞങ്ങൾ ഹദീസുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട്, നബി ചരിതം ഉപയോഗിച്ചുകൊണ്ട് കൃത്യതയാർന്ന മറുപടി നൽകുകയാണ് ഞങ്ങളുടെ ഒരു ഘട്ടം എങ്കിൽ, രണ്ടാമത് എന്തുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്നു? അത് ഈ രാജ്യത്തിലെ സാമാന്യ മുസ്ലിങ്ങളുള്ള എതിർപ്പാണോ? ഒരിക്കലുമല്ല. കാരണം ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ മുസ്ലിങ്ങളെ അല്ല, അവർ നല്ല മനുഷ്യരാണ്. ഒരു നല്ല മനുഷ്യനൊരിക്കലും മുസ്ലിമാകാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ കാരണം പറയാം. ആരാണ് നമ്മുടെ രാജ്യത്തിലെ സാധാരണ മുസ്ലിങ്ങൾ? അവരുടെ അവസ്ഥ പറയാം. അവർക്ക് മതമറിയില്ല, അവർക്ക് മതപഠനം കാര്യമായിട്ടില്ല. പഠിക്കുന്ന മദ്രസകളിലെ പഠനമാകട്ടെ ഈ വിഷം കൃത്യമായി തന്നെ തേൻ പുരട്ടി കൊടുക്കുന്ന ഒരു വിധത്തിലാണ് ഈ സാധുക്കളായ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആ കുഞ്ഞുങ്ങളത് പഠിക്കുന്നു, എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു ലോകത്തിലെ എല്ലാ മതങ്ങളും തെറ്റാണ്, മുസ്ലിമെന്നും അമുസ്ലിമെന്നൊരു വേർതിരിവുണ്ട്. ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും മതപരിവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അടുത്തതായിട്ട് ഇതര മതങ്ങളിലെ കുഴപ്പങ്ങൾ കൃത്യം പറഞ്ഞു കൊടുക്കുന്നു, ഈ മതത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഈ മതത്തിൻ്റെ സ്ഥാപകനെ ലോകത്തിലേറ്റവും മാന്യനായിട്ട് അവതരിപ്പിക്കുന്നു. എന്നിട്ട് തങ്ങൾക്ക് മനസ്സിലാകാത്തൊരു അറബി ഭാഷയിൽ ഇത് ഉദ്ധരിച്ച് തെളിയിക്കാൻ വേണ്ടിയിട്ട് പടാപ്പാടുപെടുന്നു. പക്ഷേ കാലം പെട്ടെന്ന് മാറി. ഇന്ന് എന്നും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാ യുഗങ്ങളും ഒരുപോലെ ആയിരിക്കില്ല എന്നൊരു പഴമൊഴിയുണ്ടല്ലോ. ഇതേ രൂപത്തിലായി ഇന്ന് കാര്യങ്ങളുടെ കിടപ്പ്. അത് എന്താണ്? ഒരിക്കലും ഞാനും നിങ്ങളും കേട്ടറിഞ്ഞ നമ്മുടെ അയൽക്കാരനായ മുസ്ലിമിലെ ആ മാന്യതയും നന്മയും ഒന്നും ഇസ്ലാമിൻ്റെ നന്മയല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സംസ്കരണത്തിൻ്റെ ഭാഗമായി കുടുംബത്തിൽ നിന്ന് പകർന്നു കിട്ടിയ പൈതൃക സ്വത്താണത്. അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ലെന്ന് മാത്രമല്ല, അത്തരം അവരുടെ മാനവ സ്നേഹത്തിന്, അത്തരം കാരുണ്യത്തിന്, അവർ കാട്ടിയ ഉദാത്തമായ ആ സ്നേഹപ്രകടനത്തിനൊക്കെ ഞാനെന്നും നന്ദിയുള്ളവനാണ്. പക്ഷേ അതിൻ്റെ മാനദണ്ഡം ഖുർആനല്ല, അതിൻ്റെ മാനദണ്ഡം പ്രവാചകനല്ല, അതിൻ്റെ മാനദണ്ഡം ഹദീസുകളല്ല. യഥാർത്ഥ ഇസ്ലാം ഫോളോ ചെയ്യേണ്ടത് മുഹമ്മദിനെയെങ്കിൽ, ഹദീസുകളെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളെങ്കിൽ, സുന്നത്ത് എന്ന് പറഞ്ഞ് ആചരിക്കുന്ന ആചാരനിബിഡമായ ആ ലോകത്തെയെങ്കിൽ, അല്ല ഖുറാനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ജയ്ഷെ മുഹമ്മദ് ആകാനേ കഴിയൂ, നിങ്ങൾക്ക് ഐസിസ് ആകാനേ കഴിയൂ, നിങ്ങൾക്ക് താലിബാൻ ആകാനേ കഴിയത്തുള്ളൂ, നിങ്ങൾക്ക് ഇസ്ലാമിക സ്റ്റേറ്റ് ആകാനേ കഴിയുള്ളൂ, നിങ്ങൾക്ക് MM അക്ബർ ആകാനേ കഴിയുള്ളൂ, നിങ്ങൾക്ക് മുജാഹിദ് ബാലുശ്ശേരി ആകാനേ കഴിയുകയുള്ളൂ, നിങ്ങൾക്ക് അഹമ്മദ് ദിദാറ്റ് ആകാനേ കഴിയുകയുള്ളൂ, നിങ്ങൾക്ക് ബിൻ ലാദൻ ആകാനേ കഴിയുകയുള്ളൂ, നിങ്ങൾക്ക് സാക്കിർ നായിക് ആകാനേ കഴിയുകയുള്ളൂ. ഈ രൂപത്തിൽ ലോകത്തിൻ്റെ വിപത്താണ് ഇസ്ലാം എന്ന് പറയുന്നതിൽ ഒരു തർക്കവും വേണ്ട. എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, ഖുർആനിൽ കാണുന്നത്, ഹദീസുകളിൽ കാണുന്നത്, നബി ചരിതത്തിൽ കാണുന്നതാണ്
ഭീകരതയാണ് ഇസ്ലാമെങ്കിൽ ഇസ്ലാം ലോക ഭീകരതയാണ്, അത് സാമൂഹ്യ വിപത്താണ്. ആ വിപത്തിനെ ഓരോരുത്തരും കരുതിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള ഞങ്ങളുടെ ശബ്ദം അത് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, അതൊരു ആധ്യാത്മിക പ്രവർത്തനമാണ്, അത് രാജ്യത്തെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. ഇനി ഒരാളും ഇത്തരത്തിലൊരു വഴിയിലേക്ക് തിരിയുക വഴി അവൻ ഭീകരത തൽക്കാലം അടക്കി ഒതുക്കി വെച്ചിട്ടാണ് നമ്മുടെ മുമ്പിൽ ഒരു പക്വത കാട്ടുന്നത്. ഒരിക്കലും അവർക്ക് ശുദ്ധനാകാൻ കഴിയുകയില്ല, ഒരിക്കലും അവർക്ക് ജിഹാദിയല്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല, ഒരിക്കലും ബഹുഭാരിത്വത്തിൻ്റെ ആ കാലകരണപ്പെട്ട ചിന്തകളിലൂടെ അല്ലാതെ ഒരു യഥാർത്ഥ ഇസ്ലാമിന് പോകാൻ കഴിയുകയില്ല, ഒരിക്കലും അടിമത്തത്തിൻ്റെ വ്യവസ്ഥ വിട്ട് പോകാൻ കഴിയില്ല. ഇസ്ലാം എന്ന പദത്തിനേ അടിമയെന്നാണല്ലോ അർത്ഥം. ഇസ്ലാം അടിമയാണ്, മുസ്ലിം അടിമയാണ്, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയും. ആരാണ് അള്ളാഹു? അതൊരു പ്രപഞ്ചനാഥനായിട്ടാണ് കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച് മക്കയിലൊക്കെ പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രാകൃതമായ അറബികളുടെ ഗോത്രദേവനായിരുന്നു അള്ളാഹു എന്ന സത്യം ഇന്ന് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അറേബ്യ ദേശം വിട്ട് അതിന് പുറത്ത് ആരാലും അറിയാത്ത ഒരു കാട്ടുഗോത്ര ദേവനെ പിടിച്ച് ലോകത്തിൻ്റെ മുഴുവൻ പ്രപഞ്ചനാഥനായി വിശ്വേശ്വരനായിട്ട് അവതരിപ്പിച്ചിട്ട് ആ ദേവൻ്റെ ക്രൂരത അതേപടി പകർത്തിക്കൊണ്ട് മുഹമ്മദും അനുഗാമികളും ചരിത്രത്തിലുടനീളം ലക്ഷക്കണക്കിനായ ആളുകളുടെ നിഷ്കളങ്കരുടെ ചോര ചിതറി, എത്രയോ സ്ത്രീകളുടെ ചോര ചിതറി, എത്രയോ കുഞ്ഞുങ്ങളുടെ കണ്ണീര്, എത്രയോ വിലാപങ്ങളുടെ ശബ്ദം നമ്മൾ ചരിത്രത്തിലെമ്പാടും കേട്ടിരിക്കുന്നു. ഇനി ഇവയൊന്നുമില്ല എങ്കിൽ പരസ്പരം അടരാടി മരിക്കുക, പരസ്പരം പോരാടി മരിക്കുക, രക്തം ചൊരിഞ്ഞ് മരിക്കുക. ഞങ്ങൾ ഇതാണ് വിമർശന വിധേയമാക്കിയത്. ഈ വിമർശനത്തെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങൾ ഉളവാക്കിയ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്, സാമൂഹ്യ സാഹചര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഉപയോഗിക്കുന്ന വളരെ സർഗാത്മകമായ ഒരു പ്രയോഗമാണ് ക്രിസംഖി. ഈ ക്രിസംഖി പ്രയോഗം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിൽ ഈ മുടാപ്പികൾ എന്നറിയപ്പെടുന്ന ഒരു പുത്തൻ ഗ്രൂപ്പ് പണിപ്പെടുന്നൊരു കാഴ്ച കാണാം. ഇന്നലെ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ എമുടാപ്പികളെ അങ്ങ് വിട്, അവരുമായി ഞാനവരെ പണ്ടേ വിട്ടതാണ്, പക്ഷേ ഒരു വസ്തുത പറയാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ഇവർ ചില ആളുകൾക്ക് ഇപ്പോൾ വന്ന ഭാവഭേദങ്ങളുടെ രൂപഭേദങ്ങളുടെ അടിസ്ഥാന കാരണം എന്നുള്ളത് ഇവരുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു വല്ലാത്ത സ്വത്വബോധമാണ്. മതം വിട്ടു, ആചാരം വിട്ടു, ആചാരങ്ങളെ എല്ലാം വിട്ട് പുറത്തിറങ്ങി. അവർക്ക് മുഹമ്മദിനെ ഉൾക്കൊള്ളാൻ വയ്യ, അവർക്ക് അവിടുത്തെ ദുരാചാരങ്ങളുടെ തിരിച്ചറിവ് വ്യക്തമായി തന്നെ ഉണ്ടായി. ഖുറാനിലെ മനുഷ്യത്വ വിരുദ്ധമായ ജീവിതക്രമങ്ങളെ മനസ്സിലായി. അതൊരു പ്രാകൃത ഗോത്രം ആചരിച്ചു പോകുന്ന തെറ്റായ ആചാരാധിഷ്ഠിതമായ സ്ത്രീവിരുദ്ധമായ ഒരു സമ്പ്രദായമാണ് എന്ന് മനസ്സിലായി. പക്ഷേ എന്നിട്ടും സ്വത്വബോധം വിടാനാവാതെ ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ കലിപ്പിച്ച് കണ്ണിറുക്കി നോക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ വികാരം മനസ്സിലാകുന്നു. തിരിച്ച് ഈ സുഹൃത്തുക്കൾ പറയട്ടെ, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥത തകർക്കുന്ന എന്ത് പ്രക്രിയയാണ് ചെയ്തത്? ഞങ്ങൾ എവിടെയാണ് ബോംബിട്ടത്? ഞങ്ങൾ എവിടെയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരക്രമം നടത്തിയത്? മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങൾ എവിടെയെങ്കിലും ആയോധന കലകളുടെ പരിശീലനം നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും ക്യാമ്പുകളിൽ വെച്ച് ആയുധങ്ങളുമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളെ മയക്കുമരുന്നുമായി ഈ രൂപത്തിൽ പള്ളികളുടെ പരിസരത്ത് വെച്ചോ അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലോ പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് ഷാരോൺ സാപ്പിയൻ്റെ വാക്കുകൾ കേട്ടില്ല? എന്തുകൊണ്ട് അതിന് മറുപടി പറഞ്ഞില്ല? അദ്ദേഹം ഒരു എക്സ് മുസ്ലിമാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, നമ്മുടെ രാജ്യത്തെ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറയുന്നു, അഫ്ഗാനിസ്ഥാനിൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. ഇസ്ലാമിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം വേണം, ആ പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് വൻതോതിൽ മയക്കുമരുന്നുകൾ കച്ചവടം ചെയ്യുന്നു. മയക്കുമരുന്നുകൾ കൊടുത്ത് ആളുകളെ തങ്ങളുടെ യഥാർത്ഥ ബോധത്തിൽ നിന്ന് നശിപ്പിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഈ പണം സമാഹരിച്ചിട്ട് ഇസ്ലാം വളർത്തുന്നു, ആയുധം വാങ്ങിക്കൂട്ടുന്നു. ഇത്തരത്തിലുള്ള ഭീകരത, അതിൻ്റെ കിരാതമായ അനന്തരഫലങ്ങളെക്കുറിച്ച് ബിഷപ്പ് സ്വന്തം ജനങ്ങളെ ബോധവാന്മാരാക്കിയപ്പോൾ നിങ്ങൾ എന്തേ ഇവിടെ ഇത് കേട്ടിട്ട് ഈ രൂപത്തിലൊക്കെ പ്രതികരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറയാം, നിങ്ങൾ എങ്ങനെ ചാപ്പകുത്തിയാലും, ഏതെല്ലാം രൂപത്തിൽ ഞങ്ങളുടെ നാവിനെ അടക്കാൻ ശ്രമിച്ചാലും, ഏതെല്ലാം അക്രമം അഴിച്ചു വിട്ടാലും ഞങ്ങളതിനെ ഭയപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ ഈ പ്രതിരോധം തുടർന്നുകൊണ്ടിരിക്കും, ഞങ്ങൾ ഈ ബോധവൽക്കരണം തുടർന്നുകൊണ്ടിരിക്കും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് സത്യസന്ധമായി കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതിന്, സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം ഇവിടെ സംജാതമാകേണ്ടതിന്, ഇവിടെ വിചിന്തനം ചെയ്യപ്പെടേണ്ട, എക്സ്പോസ് ചെയ്യപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൽ പേരിന് പോലും സമാധാനമില്ല. ഞാൻ പറഞ്ഞു, മുഹമ്മദിൻ്റെ 16 യുദ്ധങ്ങളിലും സമാധാനമല്ല, അതികടുത്ത രക്തരൂക്ഷിതമായ അധ്യായമാണ് എഴുതി ചേർക്കപ്പെട്ടത്. പിന്നീട് വന്ന ആളുകൾ എന്താണ് ചെയ്തത്? ഖലീഫമാരെന്താണ് ചെയ്തത്? ഒരു ന്യായവും നീതിയുമില്ലാത്ത വിധത്തിൽ ഭരണത്തെ, ചരിത്രത്തെ പിന്നോട്ടടിക്കുന്ന പ്രവണതയാണ് കണ്ടത്. അങ്ങനെ ചരിത്രത്തിലുടനീളം നമ്മൾ പരതികൾ കാണാൻ സാധിക്കും. ഇവരീ പറയുന്ന തരത്തിൽ ആത്മസംയമനത്തിൻ്റെ വഴിയല്ലാതെ ആയുധത്തിൻ്റെ വഴിയാണ്, ബോംബുകളുടെ വഴിയാണ്, ഏറ്റുമുട്ടലിൻ്റെ വഴിയാണ്, അന്യമനുഷ്യൻ്റെ പ്രാണൻ നശിപ്പിക്കുന്ന, അതിന് പറ്റാതെ വരുമ്പോൾ സ്വന്തം സമൂഹത്തിലെ ഉപഗ്രൂപ്പുകളെ തന്നെ കൊന്നൊടുക്കി ആനന്ദ നിർവൃതി കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ
അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അത് മുമ്പോട്ട് വെക്കുന്നത്. അത് കൃത്യം ആയത്തുദ്ധരിച്ച് സൂറത്തുകൾ കൃത്യമായി എടുത്തുകൊണ്ടുവന്ന് ഹദീസുകളെ നമ്പറിട്ട് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് തഫ്സീറുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനായാസന തെളിയിക്കാൻ പറ്റും. അത് തെളിയിച്ചതിൻ്റെ പേരിൽ ചിലർ ഞങ്ങളെ വിളിക്കുന്നു കൃസംഖി ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല. ആരെങ്കിലും മൗനമായ ധാർമ്മിക പിന്തുണ തരുന്നുവെങ്കിൽ ഞങ്ങളവരെ വിരോധിച്ച് പറയുകയല്ല. മനസാക്ഷിയുള്ള സകല മനുഷ്യരും നിൽക്കേണ്ടത് ഞങ്ങൾക്കൊപ്പമാണ്. മനസാക്ഷിയുള്ള മുസ്ലിം നിൽക്കേണ്ടത് ഞങ്ങൾക്കൊപ്പമാണ്. ജീവനി കൊതിയുള്ള മുസ്ലിം നിൽക്കേണ്ടത് ഞങ്ങൾക്കൊപ്പമാണ്. യഥാർത്ഥത്തിൽ മതേതര ബോധമുള്ള ആളുകൾ ഞങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. കാരണം ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങൾ കൊണ്ട് നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയല്ല. ഞങ്ങൾ നിഷ്പക്ഷമായി അത് പറയാറുണ്ട്. അതിന് സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവൃത്തി എന്നുള്ളത് ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസ സംഹിതയുടെ ഭീകരവശങ്ങളെ സമൂഹത്തിൽ എടുത്തു കാട്ടുകയാണ്. അതിലെ അശ്ലീലങ്ങളെ, അധാർമികതയെ സമൂഹത്തിൽ എടുത്തു കാട്ടുകയാണ്. ഞങ്ങളിങ്ങനെ ചെയ്യുമായിരുന്നില്ല. നിങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരായി. ഇന്ന് എല്ലാ വിധത്തിലും നിങ്ങൾ ജനസമൂഹ മധ്യേ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. രക്ഷകവേഷത്തിൽ അവതരിക്കപ്പെട്ടിട്ടുള്ള എമുഡാപ്പികളുണ്ട്. അതായത് എക്സ് മുസ്ലിങ്ങളിലെ ഒരു ചെറിയ വിഭാഗമുണ്ട്. അവരോട് സനലിടമർഗനെ പോലെയുള്ള ചില ആളുകൾ കൂട്ടിയിരുന്നുകൊണ്ട് വെള്ള പൂശാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആരെ കൂട്ടിന് വിളിച്ചാലും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഏത് കൂട്ടുകെട്ട് നിങ്ങൾ കൊണ്ടുവന്നാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, ഇന്ന് അള്ളാഹു എന്ന ഗോത്രദേവൻ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് ആദർശധീരനായി നിങ്ങൾ അവതരിപ്പിച്ച പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന അദ്ദേഹം എന്തായിരുന്നു, ആരായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ കിതാബുകൾ ഉദ്ധരിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ ഖുർആൻ എന്തായിരുന്നു, സകല കൃതികളിലും ഏറ്റവും ശ്രേഷ്ഠമായി പടച്ചവൻ ഉലകത്തിന് കൊടുത്തു എന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ്, അത് സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ എത്തിച്ചു എന്നൊരു കുറ്റമാണെങ്കിൽ ആ കുറ്റത്തിൻ്റെ പേരിൽ ഏത് ശിക്ഷയും എവിടെ നിന്നും സ്വീകരിക്കാൻ ഞാനിതാ സന്നദ്ധനാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ യാത്ര മുടക്കിയാൽ, എൻ്റെ മുന്നോട്ടുള്ള ഗമനങ്ങളെ തടഞ്ഞാൽ, എൻ്റെ വഴികളെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ കൊട്ടിയടക്കാൻ ശ്രമിച്ചാൽ തല കുനിച്ചു കൊടുക്കാനാവില്ല. കാരണം ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ച ഒരു ഗുരുവാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ വിശ്വസിക്കുന്ന ഗുരുവിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? അത് മുഹമ്മദിൻ്റെ കൂട്ടല്ല. അത് സ്ത്രീജനത്തെ കണ്ടു കഴിയുമ്പോൾ അവരെ വലങ്കൈ ഉടമപ്പെടുത്തണമെന്ന് മോഹമില്ലാത്ത ഈ രാജ്യത്ത് തൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയ അദ്ദേഹത്തിൻ്റെ ഐഹിക ജീവിതകാലത്ത് വച്ചു നീട്ടിയ സകലതിനെയും നിരസിച്ചുകൊണ്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന അപമാനം സഹിച്ച് ക്രൂശ് തൻ്റെ കഴുത്തിലെടുത്ത അതും ഏറ്റെടുത്തുകൊണ്ട് യാത്രയായ ഒരു ഗുരുവിനെ അനുഗമിക്കുന്നവരാണ് ഞങ്ങൾ. ആ ഗുരു ഞങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ലോകം കഷ്ടത നിറഞ്ഞതാണ്, വേദന നിറഞ്ഞതാണ്. ഇത്തരം ആളുകൾ ഈ ലോകത്തുണ്ടാകുമെന്നും അവർ ക്രൂശിൻ്റെ ശത്രുക്കളായി ഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്നും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠനം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഒന്ന് പറയാം, ഞങ്ങൾ നിർവഹിക്കുന്നത് പഴയ കുരിശി യുദ്ധത്തിൻ്റെ ഒരു തനിയാവർത്തനമല്ല. ഒരിക്കലും അതിൻ്റെ ആവശ്യം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നില്ല. മറിച്ച് അതിലെല്ലാം വിഭിന്നമായി ആശയയുദ്ധത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ആശയയുദ്ധത്തിൻ്റെ മുമ്പിൽ, ആയുധമില്ലാത്ത ഈ യുദ്ധത്തിൻ്റെ മുമ്പിൽ, കൃത്യമായ ബോധവൽക്കരണത്തിൻ്റെ മുമ്പിൽ മറുവാക്ക് പറയാൻ ത്രാണിയില്ലാതെ ദാവാപ്രഭാഷകർ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ പുത്തനടവുകളോടെ നിങ്ങൾ രംഗത്ത് വരുമ്പോൾ ജിഹാദിന് പുതിയ പുതിയ അർത്ഥം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരു അച്ഛൻ പറഞ്ഞു 25 ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതിലേറെ ജിഹാദുകൾ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അഭിമുഖീകരിക്കുന്ന പലതരം പ്രശ്നങ്ങളെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്താൽ നിരവധി ജിഹാദുകൾ, നിരന്തരമായ ജിഹാദി വാക്കുകൾ, ശബ്ദങ്ങൾ, പ്രയോഗങ്ങൾ, പ്രവൃത്തികളൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണ്. പക്ഷേ ഞങ്ങൾക്കത് വിഷയമല്ല. എന്താണ് വിഷയമല്ലാത്തതിൻ്റെ കാരണം? നല്ല കോൺഫിഡൻസ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വരാൻ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭരണകൂടം നിങ്ങൾക്കൊപ്പമാണ്. ഈ രാജ്യത്തിലെ പ്രബല രാഷ്ട്രീയ കക്ഷികൾ നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾ വോട്ട് കൊടുത്ത് സഹായിക്കുന്നു. നിങ്ങളുടെ അക്രമം കണ്ടിട്ട് അവർ മിണ്ടാതെ ഇരിക്കുന്നു, മൗനമായി പ്രോത്സാഹിപ്പിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സമൂഹമധ്യേ പൗരനർഹിക്കുന്ന പരിഗണന പോലും ഇല്ലാത്ത വിധത്തിൽ ഞങ്ങളെ തീവ്രവാദികളാക്കുന്നു. വളരെ രസകരമായ കാര്യം, ഒരു കവിതയിൽ കേട്ടതുപോലെ വാക്കെടുത്തവൻ ഭീകരവാദിയാണ്, തോക്കെടുത്തവൻ രാജ്യസ്നേഹിയാണ് എന്ന് പറയുന്ന നിലയിലേക്ക് വാള് കയ്യിലെടുത്തവൻ രാജ്യസ്നേഹിയാണ്, വാക്കെടുത്തവനെ രാജ്യദ്രോഹിയാക്കി മാറ്റുന്ന ഒരു പ്രവണതയിലേക്കാണ് ഇന്ന് നിങ്ങൾ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ തരത്തിലൊക്കെ ഉള്ള അടവുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുകൂടി ഈ ഘട്ടം വിനയാന്വിതനായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഒന്ന് പറയട്ടെ, എൻ്റെ ബഹുമാനപ്പെട്ട കേൾവിക്കാരെ, നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലെ ആളുകൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ നാളെയുടെ നമ്മുടെ ഭാവി ഏറ്റവും ഭീതിജനകമായ, അപകടകരമായ ഒരു കാലാവസ്ഥയിലേക്ക് പോകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജാതിമത ഭേദമന്യേ ജിഹാദികളുടെ ഇത്തരം ഏർപ്പാടുകൾക്കെതിരെ, ഇത്തരം മൂവ്മെൻറ്റുകൾക്കെതിരെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ജനാധിപത്യപരമായി, ആശയപരമായി, നിയമപരമായി ഇത്തരം പ്രക്രിയകളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ഇവിടെ ആർക്കും ജീവിക്കാനാവാത്ത സ്ഥിതി വരും. ഇനി മറ്റൊരു കാര്യം കൂടി, ഇനി ജിഹാദി വഴി ഇന്ത്യ മുസ്ലിം രാജ്യമായി എന്നും കൂട്ടുക,
അങ്ങനെ അങ്ങ് കൂട്ടിക്കൊള്ളൂ. മുജാഹിദ് ബാലിശ്ശേരിയുടെ ആഗ്രഹം പോലെ, അക്ബർ സാഹിബിൻ്റെ ആഗ്രഹം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഫാസൽ കപൂറിൻ്റെ വിവാദ പ്രസ്താവന പോലെ ഇത് ഇന്ത്യ മുഴുവൻ മുസ്ലിങ്ങൾ അങ്ങ് ഭരിക്കുന്നു എന്ന് വിചാരിക്കുക. മറ്റൊരു സൗദി അറേബ്യയിലാകുള്ളോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇന്തോനേഷ്യയിലാകുള്ളോ, അല്ലെങ്കിൽ അഫ്ഗാനിലാകുള്ളോ? എന്താണ് അവിടുത്തെയൊക്കെ പരിസ്ഥിതി? മറ്റൊരുവനെ കൊല്ലാനില്ലെങ്കിൽ സ്വന്തമായി വെട്ടിമരിക്കുക, പടപൊരുതി മരിക്കുക, ബലാത്സംഗം ചെയ്യുക സ്ത്രീകളെ. താലിബാനുകൾ ചെയ്യുന്ന കർത്തവ്യങ്ങൾ കേട്ടില്ലേ? ഇതാണ് ചില ആളുകൾ പ്രകീർത്തിച്ചെടുത്തു പറയുന്നത്. അപ്പോൾ ഈ ഒരു പരിസ്ഥിതിയിൽ നിങ്ങൾ ചിന്തിക്കുക, ഇത്തരത്തിലുള്ള വിശ്വാസ സംഹിത കൊണ്ട് എന്ത് ഗുണമാണ്, എന്ത് പ്രയോജനമാണ്? എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ആരാധനാപരമായുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നു, അതിൻ്റെ മഹത്വം വർണ്ണിച്ച് കൽപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ മഹത്വം വർണ്ണിച്ച് കൽപ്പിക്കുമ്പോൾ മദ്രസയിൽ ഉയർന്നു കേൾക്കുന്ന ഈ ശബ്ദത്തിൽ, ബാങ്കുവിളിയുടെ ശബ്ദത്തിലൊന്നും അപകടമില്ല. നിങ്ങളുടെ മതപ്രഭാഷണങ്ങൾ എത്രയോ ഭംഗിയാണ്. പക്ഷേ അതല്ല മതം, അതല്ല മതം. മതം ഖുറാനിലുണ്ട്, മതം ഹദീസിലുണ്ട്, മതം മുഹമ്മദിലുണ്ട്. മുഹമ്മദിൽ കണ്ടതാണ് മതമെങ്കിൽ, ഹദീസിൽ കണ്ടതാണ് മതചര്യയെങ്കിൽ, ഖുറാനിൽ പറയുന്നതാണ് മതസന്ദേശമെങ്കിൽ അത് ഭീകരമെന്നല്ല, അതിഭീകരമാണ്, അത് കിരാതമാണ്, അത് പൈശാചികമാണ്, അത് മനുഷ്യരാശിയുടെ സമാധാനത്തിന് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് കാലഹരണപ്പെട്ട ഇത്തരം ചിന്തകളെ എന്നേക്കും തമസ്കരിക്കേണ്ട കാലം നമ്മുടെ കൺമുമ്പിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ പല രൂപത്തിൽ, പല ഭാവത്തിൽ ഞങ്ങളുടെ പ്രചാരണ രീതികളെ, ഞങ്ങളുടെ ആശയപ്രകാശനങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ എങ്ങനെ തടയാൻ ശ്രമിച്ചാലും പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ നാവിനൊരിക്കലും നിങ്ങൾക്ക് മുഖം മൂടി വെച്ച് കെട്ടി ഒതുക്കാൻ സാധിക്കുകയില്ല, നിഷ്പ്രഭരാക്കാൻ കഴിയുകയില്ല. ഒരാളെ നിഷ്പ്രഭരാക്കുമ്പോൾ ഇരട്ടിക്കരുത്തോടെ, ഇരട്ടി ബലത്തോടെ ആളുകൾ നിൽക്കും. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ ആ ശബ്ദങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഇങ്ങനെ പറയട്ടെ, നിങ്ങൾക്ക് ആയുധത്തിൻ്റെ മുൻതൂക്കമുണ്ട്, അക്രമത്തിൻ്റെ മുൻതൂക്കമുണ്ട്. ഒരിക്കലെങ്കിലും ചിന്തിക്കൂ, നിങ്ങൾക്ക് ആശയത്തിൻ്റെ മുൻതൂക്കമുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് ആയുധം? അത് ആയുധത്തിലും ആശയത്തിലും മുൻതൂക്കമുണ്ടെന്ന് വരുത്തി തീർക്കാനാണോ? അങ്ങനെയെങ്കിൽ ആദ്യം ആശയത്തിൽ ആയുധമുണ്ട്, ആശയത്തിൽ കരുത്തുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്കൊരവസരം കിട്ടിയിരിക്കുക. നിങ്ങളുടെ ഈ ആശയം എന്താ? നിങ്ങളുടെ ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം എന്താ? ഒരു പ്രവാചകൻ ആരായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം എന്താ? അത് വസ്തുതകൾ നിരത്തി, അത് രേഖകൾ നിരത്തി, പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഉള്ള ചർച്ചയ്ക്കാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. അതിന് കഴിയാതെ ഈ ചർച്ചാ പരിസരങ്ങളിൽ നൂളിയിട്ട് മാറി, എവിടെയോ മാറിയിരുന്നു കൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആസൂത്രണങ്ങൾ അതുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ആശയങ്ങൾ ലോകത്ത് ഉന്മൂലനം ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു. ഒപ്പം സംഘി എന്ന പ്രയോഗം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആ വിലാസമില്ലേ, ആ വിലാസം അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, ഞങ്ങൾക്ക് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങളുടെ വിശുദ്ധ ബൈബിളിലെ ഉള്ളടക്കമാണ്, കർത്താവായ യേശുക്രിസ്തുവിനെയാണ്, അവിടുത്തെ പഠനങ്ങളെയാണ്. ഒടുക്കം നമുക്ക് ഇത് പ്രചരിപ്പിക്കാൻ നമുക്ക് കിട്ടുന്നത് പൗരന നിലയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളാണ്, ഭരണഘടനാ ധാർമ്മികതയാണ്. ആ ധാർമ്മികതയോടും ആ മൂല്യങ്ങളോടും നീതി പുലർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദി അപകടങ്ങളെക്കുറിച്ച് ഞങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിക്കും. ആരെവിടെ എന്ത് പറഞ്ഞാലും അത്തരമുള്ള നിശ്ചയദാർഢ്യത്തിൽ നിന്ന് ഞങ്ങളെ പിന്നോട്ടടിക്കാൻ ഇത്തരം ഭീഷണികൾക്കോ വിലപേശലുകൾക്കോ സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി വിനയാനിതനായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.